ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ ടോപ്പിക്കായിട്ടുള്ള മെൻസറിയ ഇൻ സ്റ്റാറ്റ്യൂട്ടറി ഒഫൻസ് ഓർ ഡോക്ട്രിൻ ഓഫ് സ്ട്രിക്റ്റ് ലയബിലിറ്റി ഓർ എക്സെപ്ഷൻ ടു ദി ഡോക്ട്രിൻ ഓഫ് മെൻസറിയാണ്. ഇനി ഇംഗ്ലണ്ടിലെയും ഇന്ത്യയിലെയും ക്രിമിനൽ ലയബിലിറ്റിയുമായിട്ടുള്ള ജനറൽ റൂൾ എന്തായിരുന്നു? ഒരു ആക്ട് ക്രൈം ആകണം എന്നുണ്ടെങ്കിൽ അത് ഗിൽറ്റി മൈൻഡോട് കൂടിയായിരിക്കണം ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. ഈ പറഞ്ഞിട്ടുള്ള ജനറൽ പ്രിൻസിപ്പിൾ ഒരു കോമൺ ലോ മാക്സിമായിട്ടുള്ള ആക്ടസ് നോൺ ഫാസിട്രം നിസി മെൻസിട്രിയക്കകത്തായിരുന്നു അടങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും ചില ഇനാക്ട്മെൻറ്റിൻ്റെ അകത്ത് ഒഫൻസുകളെ ഡിഫൈൻ ചെയ്യുന്നത് അവിടെ മെൻസറിയയുടെ ആവശ്യകത മെൻഷൻ ചെയ്യാതെയായിരിക്കും. അങ്ങനെയുള്ള സ്റ്റാറ്റ്യൂട്ടുകളിൽ ഒഫൻസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആബ്സല്യൂട്ട് ടേംസിലായിരിക്കും. ഒപ്പിയം ആക്റ്റാണ് പിന്നീട് NDPS ആക്റ്റായിട്ട് റിപ്പീൽ ചെയ്തത്. അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്, പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്റ്റൊക്കെ ഇതിൻ്റെ എക്സാമ്പിളുകളാണ്. ഒരു ഒഫൻസിനെ ആബ്സല്യൂട്ട് ടേംസിൽ ഡിഫൈൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കത്തില്ല? മെൻസറിയയുടെ ആവശ്യകത അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ടായിരിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ മെൻസറിയ ഇല്ലെങ്കിൽ പോലും ഒരു ആക്ടിനെ എന്തായിട്ട് കണക്കാക്കുന്നു? ക്രൈമായിട്ട് കണക്കാക്കുന്നു, അല്ലെങ്കിൽ ഒരു ഒഫൻസായിട്ട് കണക്കാക്കുന്നു. മുകളിൽ പറഞ്ഞത് എന്താണ്? മെൻസറിയ ഉണ്ടെങ്കിലേ ഒരു ആക്ട് ക്രൈം ആകൂ എന്നാണ്. പക്ഷേ ഈ പറഞ്ഞ ആക്റ്റുകളിൽ ഒരു ഒഫൻസ് ക്രൈം ആകണം എന്നുണ്ടെങ്കിൽ ആ ആക്ടിൻ്റെ അകത്ത് മെൻസറിയ വേണം എന്നില്ല. പണ്ടൊക്കെ ആയിരുന്നെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു? It was thought that the legislature was not competent to override the established rules of common law. കോമൺ ലോയിലെ എസ്റ്റാബ്ലിഷ്ഡ് റൂൾസിനെ ലെജിസ്ലേച്ചറിന് ഓവർറൈഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറം ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല എന്നായിരുന്നു കണക്കാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ വ്യൂ പ്രകാരം ഈവൻ ഇഫ് ദ നെസസിറ്റി ഓഫ് മെൻസറിയ ഈസ് നോട്ട് എക്സ്പ്രസ്ലി മെൻഷൻഡ് ഇൻ എ പർട്ടിക്കുലർ സ്റ്റാറ്റ്യൂട്ട്, ഒരു പർട്ടിക്കുലർ സ്റ്റാറ്റ്യൂട്ടിൻ്റെ അകത്ത് മെൻസറിയയുടെ നെസസിറ്റി എക്സ്പ്രസ്ലി അവിടെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ജഡ്ജ് എന്തോ ചെയ്യണം? ഷുഡ് റീഡ് ഇൻ ബിറ്റ്വീൻ ലൈൻസ് ദ നെസസിറ്റി മെൻസറിയയുടെ ആവശ്യകത കൂടെ കണക്കാക്കി, അല്ലെങ്കിൽ മെൻസറിയ ഉണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ട് വേണം ജഡ്ജ് ഒരു ഡിസിഷൻ എടുക്കാൻ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഈ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എന്താണ്? നെസസിറ്റി ഓഫ് മെൻസറിയെ ഒരു ഗ്രാൻറ്റഡ് ആയിട്ട് എടുക്കണമായിരുന്നു. ഈവൻ ഇഫ് ദ ഒഫൻസ് ഈസ് ഡിഫൈൻഡ് വിത്തൗട്ട് മെൻഷനിങ് ദ നെസസിറ്റി ഓഫ് മെൻസറിയ, ദ കോർട്ട് യൂസ്ഡ് ടു അക്യൂട്ട് ദ അക്യൂസ്ഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഗിൽറ്റി മൈൻഡ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തായിരുന്നു? ഈ പറഞ്ഞിട്ടുള്ള മെൻസറിയയുടെ കാര്യം ആ ഒഫൻസിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും കോടതി ആ അക്യൂസ്ഡിനെ അക്യൂറ്റായിട്ട് എന്താണ്, അയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്നൊരു രീതി കണക്കാക്കും. എങ്ങനെ? അവിടെ ഗിൽറ്റി മൈൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ, അക്യൂസ്ഡിന് ഗിൽറ്റി മൈൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ അയാളെ അക്യൂറ്റാക്കുന്നു കോടതി. എന്ത് കാരണം? അവിടെ മെൻസറി എന്ന് പറഞ്ഞ സാധനം അവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ജഡ്ജ് അവിടെ മെൻസറിയ ഉണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ട് വേണം ഒരു ഡിസിഷൻ പറയാൻ എന്നുള്ളതായിരുന്നു അവിടുത്തെ ഒരു പ്രിൻസിപ്പിൾ. പക്ഷേ പ്രസൻറ്റ് വ്യൂവിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വെൻ ദ ലെജിസ്ലേച്ചർ ഡിഫൈൻസ് ആൻ ഒഫൻസ് ഇൻ ആബ്സല്യൂട്ട് ടേംസ് ദ കോർട്ട് കനോട്ട് റീഡ് ഇൻ ബിറ്റ്വീൻ ലൈൻസ് ദ നെസസിറ്റി മെൻസറിയ. ഇപ്പോഴത്തെ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റാറ്റ്യൂട്ടിൻ്റെ അകത്ത് മെൻസറിയ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ മെൻസറിയയുടെ ഡെഫിനിഷൻ കൊടുത്തിട്ടില്ല, ഒരു ഒഫൻസിനെ മെൻസറിയയുടെ ഇതിൽ കണക്കാക്കണം എന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ജഡ്ജ് എന്ത് ചെയ്യണ്ട? പിന്നെ ഗിൽറ്റി മൈൻഡ് ഉണ്ടോ ഇല്ലേ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. അപ്പം ഗിൽറ്റി മൈൻഡ് ഉണ്ടോ എന്ന് നോക്കാൻ ആ സ്റ്റാറ്റ്യൂട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ജഡ്ജ് അത് നോക്കിയാൽ മതി. അഥവാ ഈ ഗിൽറ്റി മൈൻഡിൻ്റെ കാര്യം അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജഡ്ജിൻ്റേതായിട്ടുള്ള രീതിയിൽ അവിടെ ഗിൽറ്റി മൈൻഡ് ഉണ്ടോ ഇല്ലേ എന്ന് നോക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി എന്തിനെ ബേസ് ചെയ്തിരിക്കുന്നു? സ്റ്റാറ്റ്യൂട്ടിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന കാര്യത്തിനെ നോക്കിയിട്ടാണ് ഒരു ഒഫൻസിനെ ക്രൈമാണോ അല്ലേ, അല്ലെങ്കിൽ ഒരു ആക്ടിനെ ക്രൈമാണോ അല്ലേ എന്ന് കണക്കാക്കുന്നത്. ഇവിടെ രണ്ട് കേസ് പറയുന്നുണ്ട്. സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര വേഴ്സസ് MH ജോർജ്. ഈ കേസിൽ എന്തായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടുത്തെ അക്യൂസ്ഡിനെ ഇന്ത്യയിലേക്ക് ഗോൾഡ് കൊണ്ടുവന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കേസായിരുന്നു. അപ്പോൾ ഇവിടുത്തെ സ്റ്റാറ്റ്യൂട്ടറി പ്രൊഹിബിഷൻ മറികടന്നുകൊണ്ടാണ് ഇയാൾ ഗോൾഡ് കൊണ്ടുവന്നതെന്നാണ് പറയുന്നത്. സെക്ഷൻ 8 ക്ലോസ് 1 ഓഫ് ദി ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് 1947 അകത്ത് ഒരു രാജ്യത്ത് നിന്ന് ഒരു പേഴ്സൺ ഇന്ത്യയിലേക്ക്
ഗോൾഡ് കൊണ്ടുവരുന്നത് തടയുന്നുണ്ട്. അങ്ങനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അവിടെ സ്പെഷ്യൽ അല്ലെങ്കിൽ ജനറൽ പെർമിഷൻ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വേണം. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ജനറൽ പെർമിഷനോ സ്പെഷ്യൽ പെർമിഷനോ ഉണ്ടെങ്കിൽ മാത്രമേ മറ്റൊരു രാജ്യത്ത് നിന്നും ഇന്ത്യയിലേക്ക് സ്വർണം കൊണ്ടുവരാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഗസ്റ്റ് 25, 1962 നോട്ടിഫിക്കേഷൻ പ്രകാരം എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? അതിൻ്റെ ജനറൽ പെർമിഷൻ പ്രകാരം ഇന്ത്യയിലേക്ക് മറ്റൊരു ടെറിട്ടറിയിൽ നിന്നും ഗോൾഡ് കൊണ്ടുവരാൻ വേണ്ടി കഴിയുമായിരുന്നു. പക്ഷേ അതിനുശേഷം അതേ വർഷം അടുത്ത മാസമായിട്ടുള്ള നവംബർ 8 പുതിയൊരു നോട്ടിഫിക്കേഷൻ കൊണ്ടുവരികയും ആ നോട്ടിഫിക്കേഷൻ്റെ അകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്താണ്, മറ്റൊരു നിന്ന് എയർക്രാഫ്റ്റ് വഴി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഗോൾഡ് കൊണ്ടുവരാൻ വേണ്ടി പറ്റത്തില്ലെന്ന്. അപ്പോൾ അക്യൂസ്ഡ് എന്ന് പറയുന്നത് സൂറിച്ചിൽ നിന്നും മണിയിലേക്ക് വരുന്ന എന്തായിരുന്നു, ഒരു പാസഞ്ചറായിരുന്നു, സ്വിസ് പ്ലെയിനിലായിരുന്നു വരുന്നത്. അപ്പോൾ എന്തോ ചെയ്തു, ഇയാൾ 27/11/1962 അവിടെ നിന്നും പുറപ്പെടുന്നത്. പ്ലെയിൻ ഇവിടെ ലാൻഡ് ആകുന്നത് നവംബർ 28, 1962 ഓക്കെ. പ്ലെയിൻ സെർച്ച് ചെയ്തപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള അക്യൂസ്ഡിൻ്റെ കയ്യിൽ നിന്നും 34 കിലോ ഗോൾഡ് ബാർസ് സീസ് ചെയ്തു. പിന്നെ അതിനുശേഷം അപ്പോൾ ആ സമയത്തൊക്കെ എന്താണ്, അയാൾ പ്ലെയിനിൽ തന്നെ സിറ്റിംഗ് ആയിരുന്നു. ഹി ഹാഡ് നോട്ട് മെയ്ഡ് ദ ഡിക്ലറേഷൻ ഇൻ ദ മാനിഫെസ്റ്റ് ഓഫ് ദ എയർക്രാഫ്റ്റ്. ദ അക്യൂസ്ഡ് വാസ് പ്രോസിക്യൂട്ടഡ് ഫോർ ബ്രിങ്ങിങ് ഗോൾഡ് ഇൻ ടു ഇന്ത്യ ഇൻ വയലേഷൻ ഓഫ് ദ സ്റ്റാറ്റ്യൂട്ടറി പ്രൊഹിബിഷൻ്റെ വയലേഷനായിട്ട് അയാളുടെ ഇന്ത്യയിലേക്ക് ഗോൾഡ് കൊണ്ടുവന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അയാളെ എന്തോ ചെയ്തു, പ്രോസിക്യൂട്ട് ചെയ്തു. പ്രസിഡൻസി മജിസ്ട്രേറ്റ് അയാൾക്ക് 1 വർഷത്തെ റിഗ്രസ് ഇംപ്രിസൺമെൻ്റ് ആണ് കൊടുത്തത്. അപ്പോൾ ഇത് അപ്പീൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഹൈക്കോർട്ട് എന്ത് ചെയ്തു, ഈ അക്യൂസ്ഡിനെ അക്യൂറ്റ് ചെയ്തു, വെറുതെ വിട്ടു. അവിടെ മെൻസ്രിയ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത്. അതിനുശേഷം ഈ മഹാരാഷ്ട്ര സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കുകയും സുപ്രീം കോടതി ഈ പറഞ്ഞിട്ടുള്ള അക്യൂറ്റൽ വെറുതെ വിട്ടുകൊണ്ടുള്ള ജഡ്ജിമെൻറ്റിനെ സെറ്റ് അസൈഡ് ചെയ്തതിന് ശേഷം ബോംബെ ഹൈക്കോർട്ടാണല്ലോ അക്യൂട്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു ജഡ്ജിമെൻറ്റിനെ സെറ്റ് അസൈഡ് ചെയ്ത് ഈ പറഞ്ഞിട്ടുള്ള പ്രസിഡൻസി മജിസ്ട്രേറ്റിൻ്റെ ഓർഡർ അല്ലെങ്കിൽ അവിടുത്തെ ജഡ്ജിമെൻറ്റിനെ റീസ്റ്റോർ ചെയ്ത് കൊണ്ടുവന്നു. അയാൾക്ക് എന്ത് കൊടുത്തു, പണിഷ്മെൻറ്റ് കൊടുത്തു. ഇവിടെ ഗിൽട്ടി മൈൻഡ് ഇല്ലെങ്കിൽ പോലും ഇത് ഒഫൻസ് ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ഇന്ദർ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന് പറഞ്ഞ കേസിൻ്റെ അകത്ത് അപ്പേലൻ്റ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് അടങ്ങിയിട്ടൊരു പാഴ്സൽ റിസീവ് ചെയ്യുകയും ഈ പാഴ്സലിൻ്റെ അകത്ത് എന്തുണ്ടായിരുന്നു, ഒപ്പിയം ഉണ്ടായിരുന്നു. ഇത് ഈ പറഞ്ഞിട്ടുള്ള അക്യൂസ്ഡിനെ അറിയത്തില്ല എന്നാണ് പറയുന്നത്. എന്നിരുന്നാൽ പോലും എന്താണ്, ദ ക്ലാസിക്കൽ വ്യൂ ദാറ്റ് നോ മെൻസ്രിയ നോ ക്രൈം ഹാസ് ബീൻ അവോയ്ഡഡ് ബൈ സെവറൽ സ്റ്റാറ്റ്യൂട്ട്. പല സ്റ്റാറ്റ്യൂട്ടുകളിലും എന്താണ്, മെൻസ്രിയ ഇല്ല എന്നുണ്ടെങ്കിൽ ക്രൈം ഇല്ല എന്നുള്ളൊരു വ്യൂ മിക്കവാറും ഉള്ള സ്റ്റാറ്റ്യൂട്ടുകളിൽ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, മെൻസ്രിയ ഇല്ലെങ്കിൽ പോലും ഈ വ്യക്തി അക്യൂസ്ഡ് ആണ് എന്നാണ് ഈ കേസിൽ പറയുന്നത്.